ഈ പിച്ചിപ്പൂവിൻ്റെയും മുല്ലപ്പൂവിൻ്റെയൊക്കെ മണം ഭയങ്കരമായിട്ട് കുട്ടിക്കാലത്തെ വൈകുന്നേരങ്ങളെ ഓർമ്മിപ്പിക്കും. അന്ന് ഞങ്ങൾ പിള്ളേർ സെറ്റും അച്ഛനും അമ്മയും അപ്പുറം ഇപ്പുറമുള്ള ചേച്ചിമാരും എല്ലാവരും കൂടി പൂ പറിക്കാൻ വൈകുന്നേരങ്ങളിലൊരു ഒന്നിച്ചുകൂടലുണ്ട്. നമ്മുടെ പാവാടയൊക്കെ നിറയുന്ന വരെ പൂ പറിക്കും. എന്നിട്ടും മതിയാവില്ല. അറ്റത്ത് 2 പൂ നിൽക്കുന്നുണ്ടെങ്കിൽ അതും എങ്ങനെയെങ്കിലുമൊക്കെ മരത്തിൽ കയറിയും മരം വലിച്ചും കുലുക്കിയും ഒക്കെയും പറിച്ചെടുക്കാൻ നോക്കും. അതിലെന്തോ ഒരു സുഖമായിരുന്നു. അതിനുശേഷം പൂവ് കെട്ടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒത്തിരി കഥകളാണ്. സ്കൂളിലെ വിശേഷങ്ങളും അയൽപ്പക്ക വിശേഷങ്ങളും കഥകളോട് കഥകൾ തീർന്നില്ല. അടുത്തതൊരു വലിയ മത്സരമാണ്. ആരുടെ പൂമാലയ്ക്കാണ് നീളം കൂടുതൽ, ആരുടെ കെട്ടിനാണ് ചന്തം കൂടുതൽ. ഞങ്ങളുടെ അമ്മ പൂമാല 2 ആൾക്കും കൂടി ഭാഗം വയ്ക്കും. ഞങ്ങൾ 2 ആളും കണ്ണ് ചിമ്മാതെ നോക്കി നിൽക്കും. ഒരു പൂ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും പോരുതല്ലോ.